നമ്മുടെ ഇവിടുത്തെ പറമ്പില് ഇടവിളയായിട്ടാണ് കൃഷി ചെയ്യാറുള്ളത് കേട്ടോ. വാഴയും കയ്പയും അതുപോലെ തന്നെ പടവലങ്ങയും ഇതാണ് മെയിൻ ആയിട്ടുള്ള കൃഷികൾ എന്ന് പറയുന്നത്. അതിൽ കയ്പ കൃഷി കഴിയാറാവുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക കേട്ടോ. ഇത്രയും കയ്പ് നിറഞ്ഞ സംഭവം എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് കാരണന്മാരെ എങ്ങനെ കണ്ടുപിടിച്ചാവോന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. അങ്ങനെ കയ്പ കൃഷി കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഏറ്റവും ലാസ്റ്റ് വള്ളിയുമേ ഉതിർന്നു വീണിട്ടുള്ള ആ ഒരു കയ്പ് രസം ഉണ്ടല്ലോ, അത് നമ്മുടെ വീട്ടിലേക്ക് സ്വന്തമായിട്ട് അതുപോലെ കൊണ്ടാട്ടം വറക്കാനായിട്ടുള്ളതാണ് കേട്ടോ. അച്ഛൻ ഈ പറക്കിക്കൊണ്ട് വരുന്നതൊക്കെ ഇച്ചിരി കേടായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കേടുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഒടിഞ്ഞും പിന്നെ ഇച്ചിരി കുത്തൊക്കെ വന്നിരിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊക്കെ തന്നെയാണ് നമ്മൾ നല്ല വില കൊടുത്ത് മാർക്കറ്റിൽ മേടിക്കുന്നത് കേട്ടോ. ഇതുപോലെ വട്ടനെ അരിഞ്ഞ് നമ്മളതിനെ കൊണ്ടാട്ടാക്കും. ഒരു വർഷത്തേക്ക് മുഴുവനുള്ള കൊണ്ടാട്ടം നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് ഇങ്ങനെ ഉണക്കി വെക്കും കേട്ടോ. ഇതിൽ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് നമ്മൾ ഉണക്കിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഞാനും അച്ഛനും ഇരുന്നിരിപ്പ് 2-3 മണിക്കൂർ ഇരുന്നിട്ടാണ് ഇത്രയും അധികമുള്ള നമ്മുടെ ഈ ഒരു 20-25 കിലോനോളം വരുന്ന പാവയ്ക്ക അല്ലെങ്കിൽ കയ്പക്കായ, നമ്മുടെ ഇവിടെ കയ്പക്കായാണ് കേട്ടോ, അത് നമ്മൾ ഇതുപോലെ ഉണക്കി വൃത്തിയാക്കി എടുക്കണത് കേട്ടോ. ഇനി ഇരുന്നുണ്ടെങ്കിൽ നടുവെള്ളാവും എന്ന് തോന്നിയപ്പോഴാണ് ഈ ഒരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, മടിയന്മാരാണ് ഏറ്റവും കൂടുതൽ എളുപ്പപ്പണികൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇത് മടിയുടെ ഭാഗമായിട്ടല്ല കേട്ടോ, ഇരുന്ന് വയ്യാണ്ടായപ്പോഴാണ് നമ്മുടെ പ്രീതിയുടെ ഈ ഒരു സോഡിയാക്കിന്റെ 2.0 എന്ന് പറയുന്ന ഒരു മിക്സർ ഗ്രൈൻഡർ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഇതുപോലെ വട്ടനെ അരിഞ്ഞെടുത്തത് കേട്ടോ. രണ്ടും 2 കനത്തിലായ കാരണം 2 സെക്ഷനായിട്ടാണ് നമ്മൾ ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 3-4 ദിവസം നല്ല കട്ട വെയിലത്തിട്ടപ്പോൾ അതുപോലെ ശബ്ദത്തോടെ കൂടെ കിലികില കിലിങ്ങിക്കൊണ്ട് അവനോട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടാ. ഇനി ഇവനെ നമുക്ക് സ്റ്റോർ ചെയ്യാം എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും. നല്ല തൈരും പിന്നെ ഈ ഒരു കൊണ്ടാട്ടം കൂടി ഉണ്ടെങ്കിൽ ചോറിന് പിന്നെ കറികൾ വേറെ ഒന്നും വേണ്ട. ഇതാ കണ്ടോ, ഇതുപോലത്തെ വലിയ ടിന്നിലാക്കിയിട്ട് നമ്മളിതിനെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ചേട്ടന്മാർക്ക് കഞ്ഞിക്ക് ഉപ്പേരിയും പിന്നെ ഈ ഒരു സംഭവം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം കുശാലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഈ ഒരു ഉണങ്ങിയിട്ടുള്ള നമ്മുടെ വറ്റൽ എന്നൊക്കെ ചില നാടുകളിൽ പറയും, നമ്മുടെ ഇവിടെ അത് കൊണ്ടാട്ടാണ് കേട്ടോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതുപോലെ കറുമുറ കഴിക്കുന്നു. സംഭവം സെറ്റാണ് കേട്ടോ. മിക്സിയിൽ നമ്മൾ വട്ടനെ അരിഞ്ഞു വരുന്ന ആ ഒരു കയ്പക്കായക്ക് വേറെ വേവും അതുപോലെ തന്നെ വേറെ ഒരു രുചിയാണ് ഉണ്ടാവുക കേട്ടോ. നമ്മുടെ കൈകൊണ്ട് അരിഞ്ഞതിന് കുറച്ചും കൂടെ ക്രിസ്പിനെസ് കൂടുതലായിട്ടുണ്ടാവും. പിന്നെ അത് ആ തച്ചിന് ഇതുപോലെ ഇരുന്ന് കറുമുറ കഴിക്കാം. കൊളസ്ട്രോളും പ്രഷറും ഏത് വഴിക്കാണ് റേസ് ചെയ്യാന്ന് അറിയാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ആരോഗ്യം മുഖ്യം ബിഗില്ലേ. അപ്പോൾ ഇതുപോലെ നമ്മുടെ കടയിൽ നിന്ന് മേടിച്ചിട്ടും നമുക്ക് ഏത് പച്ചക്കറികളും ഉണ്ടാക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അടിപൊളിയല്ലേ, ഒരു നൊസ്റ്റാൾജിക് വിഭവം. ഇനി നമ്മുടെ വാഴവെട്ട് കഴിയുമ്പോഴേ കായത്തൊലി ഉണ്ടല്ലോ, അത് ഇതുപോലെ കൊണ്ടാട്ടം എങ്ങനെ ഉണക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ.